ഈശ്വര പ്രീതിക്കായിട്ട് ആരാധനാലയങ്ങളിലോ ക്ഷേത്രങ്ങളിലോ അവിടുത്തെ ദേവി ദേവന്മാർക്ക് നമ്മൾ നൽകുന്ന ഉപഹാരങ്ങളാണ് ശരിക്കും വഴിപാടുകൾ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വഴിപാടുകളുണ്ട്. നെയ്വിളക്ക്, മുൻവിളക്ക്, പിൻവിളക്ക്, നിവേദ്യം, പുഷ്പാർച്ചന തുടങ്ങി ഒരു നിരവധി പലതരത്തിലുള്ള അനവധി ഉപഹാരങ്ങൾ, നേർച്ചകൾ, വഴിപാടുകൾ ഒക്കെ ക്ഷേത്രങ്ങളിലുണ്ട്. നമ്മൾ എന്തിനാണ് ഇത് നടത്തുന്നത്? ദോഷ പരിഹാരത്തിനായിട്ട് നടത്താറുണ്ട്. നാഗദോഷം, ഗ്രഹദോഷം അത് സംബന്ധിയായിട്ട് നമ്മൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യം നേടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പോയി വഴിപാട് നടത്താറുണ്ട്, യഥാവിധി വഴിപാട് നടത്താറുണ്ട്. അഭീഷ്ടസിദ്ധിയായിട്ട് വഴിപാടുകൾ നേർച്ച പറയാറുണ്ട്, നടത്താറുണ്ട്. പലരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഏത് വഴിപാട് നടത്തിയാലാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്? എല്ലാ വഴിപാടുകൾക്കും ഗുണമാണ്, പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഏത് വഴിപാട് നടത്തിയാലാണ് പെട്ടെന്ന് സിദ്ധി ഉണ്ടാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതിനൊരു ഫലം ലഭിക്കുക എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറയുന്നു, എല്ലാ വഴിപാടുകളും അതീവ ഭക്തിയോടെ വേണം നിർവഹിക്കാൻ. നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയും വേണം. ഒരു നിറമാല ചാർത്തുകയാണെങ്കിൽ, ഒരു ദീപം തെളിയിക്കുകയാണെങ്കിൽ, ഒരു ഹോമം നടത്തുകയാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ വേണം. കാരണം ഹോമങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ നിന്നും എന്തൊക്കെ ഇട്ടാണ് ഹോമിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഗണപതി ഹോമമാണെങ്കിൽ കൂടി, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന വൈബ്രേഷൻ, അല്ലെങ്കിൽ അതിൽ നിന്നും ഉണ്ടാകുന്ന തരംഗങ്ങൾ അത് നമ്മളിലേക്ക് എത്തിച്ചേരുകയും, നമ്മൾ അതിനകത്ത് സന്നിഹിതനാകുമ്പോൾ നമ്മളിലേക്ക് എത്തിച്ചേരുകയും നമ്മുടെ ബ്രെയിനെ, നമ്മുടെ തലച്ചോറിനെ അത് സ്വാധീനിക്കുകയും ചെയ്യും. വളരെ ഗുണമുള്ള ഒരു കാര്യമാണ് അത് ഏൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഹോമങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. അല്ലാതെ നമ്മൾ ഫോണിലൂടെ വിളിച്ചിട്ട് എൻ്റെ പേരിലൊരു ഹോമം നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് ഫലം ലഭിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്കറിയില്ല. നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യണം? ഭഗതയെ നിർണ്ണയിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ചോദ്യം ഇതാണ്, ഏത് വഴിപാടാണ് ഏറ്റവും ഉത്തമം നമുക്ക് നടത്തേണ്ടത്? നമ്മുടെ കഷ്ടതകൾ നീങ്ങാൻ വേണ്ടിയിട്ട് ഏത് വഴിപാടാണ് ഉത്തമം എന്നുള്ളത് നമുക്ക് എന്താണ് എന്ന് നോക്കാം. നമസ്തേ രുദ്രധാര. രുദ്രധാരയുടെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഏത് വഴിപാടാണ് നടത്തേണ്ടത്? നമ്മുടെ അടുത്തുള്ള സമീപ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങൾ, കൂടുതലും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതലും മഹാദേവ ക്ഷേത്രങ്ങളാണ് അല്ലേ? അതിൻ്റെ പിന്നിലൊരു കഥ കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് മഹാദേവൻ്റെ ക്ഷേത്രങ്ങളാണ്, ദേവീ ക്ഷേത്രങ്ങൾ, ഒപ്പം മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങൾ, പല അവതാരങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ, നമ്മുടെ നവഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങൾ തുടങ്ങി വിഘ്നേശ്വര ക്ഷേത്രങ്ങൾ. ഏതൊരു ക്ഷേത്രം എടുത്താലും അവിടെ ഉപദേവനായിട്ട് വിഘ്നേശ്വരൻ ഉണ്ടാവും. വിഘ്നേശ്വരൻ ഇല്ലാത്ത ക്ഷേത്രങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലും വിഘ്നേശ്വരൻ ഉപദേവനായിട്ടുള്ള ക്ഷേത്രങ്ങളായിരിക്കും. അപ്പോൾ ഏത് വഴിപാടാണ്? വഴിപാട് ഇപ്പം നമ്മുടെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം, നമ്മുടെ ഒരു അഭീഷ്ടസിദ്ധി, നമ്മുടെ ഒരു ദോഷശാന്തി, അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എവിടം കൊണ്ടാണ്? വിഘ്നേശ്വരനാണോ? മഹാഗണപതിയാണോ? അല്ലേ? സർവ്വ തടസ്സങ്ങളും നീക്കുക. എന്തിനേയും തുടക്കം ഗണപതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗണപതിയെ സ്തുതിക്കുക എന്നുള്ളതാണ്. ഒരു നാമം നമ്മൾ ജപിക്കുന്നു, ഇപ്പം 108 പ്രാവശ്യം നമശിവായ ജപിക്കുന്നു, തുടക്കം ആരെയാണ് ജപിക്കേണ്ടത്? തീർച്ചയായിട്ടും ഗണേശ്വരനെ തന്നെയാണ്, വിഘ്നേശ്വരനെ തന്നെയാണ്. അതിനുശേഷമാണ് നമ്മൾ ശരിക്കും എന്തിലേക്ക് പോകുന്നത്? മറ്റു ദേവന്മാരിലേക്ക് പോകുന്നത്. ഇവൻ ഗുരുവായൂരാണെങ്കിൽ പോലും നമ്മൾ ആദ്യം തൊഴുന്നത് വിഘ്നേശ്വരനെയാണ് അല്ലേ? അത്തിമര ഗണപതിയെ തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി, നമ്മുടെ ഒരു ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി ഏറ്റവും ഉത്തമമായ വഴിപാട് എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം, ചില ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ വെടി വഴിപാട് എന്ന് പറയുന്ന ഒരു സംഭവം പല ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ പല ക്ഷേത്രങ്ങളിലും അത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു കാര്യം കൂടിയുണ്ട്. അതിന് പിന്നിലൊരു വലിയ സയൻസും കൂടിയാണ് കേട്ടോ. നമ്മുടെ ബിഗ് ബാങ് തിയറിയായിട്ട് ബന്ധപ്പെട്ട ഒരു സയൻസും കൂടി അതിൻ്റെ പിന്നിലുണ്ട്. ശത്രുദോഷം, ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ വെടി വഴിപാട് നടത്തുന്നത്. അതവിടെ നിൽക്കട്ടെ, അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രം, അത് അവിടേക്ക് പോവുക. അവിടെ ചെന്നതിന് ശേഷം ഒരു തിങ്കളാഴ്ച അല്ലേ, തിങ്കളാഴ്ചയാണല്ലോ
ശിവന് പ്രാധാന്യം, എല്ലാ ദിവസവും പ്രാധാന്യമാണ്, തിങ്കളാഴ്ച അതീവ പ്രാധാന്യം, തിങ്കളാഴ്ച പ്രദോഷമൊക്കെ കൂടി വന്ന വലിയ പ്രാധാന്യമാണ്. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയതിന് ശേഷം ശിവക്ഷേത്രത്തിൽ പോയി നന്നായി കാര്യങ്ങൾ പറയുക, പ്രാർത്ഥിക്കുക. ആദ്യം പ്രാർത്ഥന, പിന്നെ കാര്യം പറയുക എന്നുള്ളതാണ്. പ്രാർത്ഥന പരിപൂർണമായിട്ടും ആത്മാർത്ഥമാണെങ്കിൽ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല എന്നും കൂടി ബോധ്യപ്പെടുത്തുന്നു. ആദ്യത്തെ തിങ്കളാഴ്ച പോയി അടുത്ത 7 ദിവസം കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച വീണ്ടും നിങ്ങൾ അവിടെ പോകണം. പോകുമ്പോൾ തലേ ദിവസം വ്രതം ഉണ്ടായിരിക്കണം, പിറ്റേ ദിവസവും വ്രതം ഉണ്ടായിരിക്കണം, മസ്റ്റാണ്. മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല. ആ വരുന്ന തിങ്കളാഴ്ച നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ 4:30 മണി അല്ലെങ്കിൽ 5:30 ആ ഒരു ടൈമിലായിരിക്കും നിർമാല്യം എന്ന് പറയുന്നത്. നിർമാല്യ ദർശനം കാണുക എന്നുള്ളതാണ്. നിർമാല്യ ദർശനം കാണുമ്പോൾ നമശിവായ, ഓം നമശിവായ എന്ന പഞ്ചാക്ഷരം എന്ത് ചെയ്യണം? ജപിക്കണം. എത്ര പ്രാവശ്യമാണ്? 108 പ്രാവശ്യമാണ്. ഏറ്റവും കുറഞ്ഞത് 108 പ്രാവശ്യമാണ് ജപിക്കേണ്ടത്. 108 പ്രാവശ്യം ജപിക്കുന്നതിന് മുന്നോടിയായി ആ ക്ഷേത്രത്തിൽ ഉപദേവനായിട്ട് വിഘ്നേശ്വരൻ ഉണ്ടായിരിക്കുമല്ലോ, അവിടെ ചെല്ലുക. വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഒരു തേങ്ങ ഉടയ്ക്കുക. അതിനുള്ള സ്ഥലം, സ്പേസ് ഉണ്ടാവും അവിടെ. അപ്പോൾ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഒരു തേങ്ങ ഉടച്ച് ഏത്തമിടാൻ അറിയാമെങ്കിൽ, അറിയത്തില്ലെങ്കിൽ ചെയ്യരുത്. മനസ്സിലായി? ചിലർ നിന്ന് കുലുങ്ങുന്ന കാണാം. അതുകൊണ്ടാണ് പറയുന്നത്, ഏത്തമിടാൻ അറിയില്ലെങ്കിൽ, ഏത്തമിടുമ്പോൾ വലത്തെ കൈയുടെ 2 വിരൽ എങ്ങനെയാണ്, ഇടത്തെ കൈയുടെ 2 വിരൽ എങ്ങനെയാണ്, നമ്മൾ ഇടങ്ങിനൊക്കെ ഇട്ട് പിടിക്കാറുണ്ട്, ഇടത്തെ കൈ മേളിൽ കൂടെ ഒക്കെ പിടിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊരു രീതിയുണ്ട്. ഈ ചെവിയുടെ ഇവിടെ പിടിച്ച് താക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കമ്മലിടുന്ന ഭാഗത്ത് 2 ഭാഗത്തും പിടിച്ച് താക്കുകയാണ് ചെയ്യുന്നത്, 2 വിരലുകൾ കൊണ്ട്. അതിനുശേഷം നന്നായി കുനിയുകയാണ് ചെയ്യുന്നത്. കാലുകൾ ഇടത്തെ കാലിന് മുകളിൽ, വലത്തെ കാല് വന്ന് പെരുവിരൽ മാത്രമാണ് നിലത്ത് കുത്തേണ്ടത്. അതിനുശേഷം ഇങ്ങനെ നിന്നാണ് നല്ല രീതി കുനിയണം. ഇച്ചിരി വയറൊക്കെ ഉണ്ട്, ഇത്തിരി പാടാം അല്ലേ? അതുകൊണ്ട് ചിലർ കുനിഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാം. ഇതിനൊരു കണക്കുണ്ട്. 8 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് ചെയ്യണം. പറ്റത്തില്ല 3 പ്രാവശ്യം ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ പണിക്ക് പോകരുത്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, അത് ഞാനിപ്പോൾ പറഞ്ഞ് ദീർഘിപ്പിച്ച് പോകുന്നില്ല. അപ്പോൾ വിഘ്നേശ്വരൻ്റെ മുമ്പിൽ ഏത്തമിടുക, അല്ലെങ്കിൽ വിഘ്നേശ്വരൻ്റെ മന്ത്രം അറിയാമല്ലോ, 3 മൂലമന്ത്രങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും, ഇതും അറിയില്ലെങ്കിൽ ഓം ഗം ഗണപതയെ നമ എന്ന വിഘ്നേശ്വര മന്ത്രം ജപിച്ചുകൊണ്ട് ശിവന്റെ മുന്നിലെത്തി നന്ദികേശനെ വണങ്ങി, നന്ദികേശൻ ഉണ്ടാവുമല്ലോ മുമ്പിൽ, നന്ദികേശനെ വണങ്ങി. നന്ദികേശൻ, മറ്റൊരു കാര്യമുണ്ട്, പറഞ്ഞു വരുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞു പോകും കേട്ടോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നന്ദികേശന് മുമ്പിൽ വരുമ്പോൾ ചിലർ ചെവിയിൽ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, തൊട്ടുകൊണ്ട്. നിങ്ങളത് ചെയ്യരുത്, ദയവ് ചെയ്ത് നമ്മൾ പോയി തൊടരുത് ഇതിനെ. കാരണം ചിലയിടത്ത് പൂജകളുള്ള നന്ദികേശനുണ്ട്. അതുകൊണ്ട് നമ്മളായിട്ട് തൊട്ട് അശുദ്ധി ആക്കണ്ട, അതും വിഗ്രഹമാണ് എന്നുകൂടി ഓർക്കുക. അതുകൊണ്ട് ദൂരെ നിന്നിങ്ങനെ പറയാം, മനസ്സിലായി? അതുകൊണ്ട് അല്ലാതെ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അല്ലാതെ പുറത്തൊക്കെ ഇരിക്കുന്ന കുഴപ്പമില്ല, പക്ഷേ ഭഗവാന്റെ മുമ്പിൽ ഇരിക്കുന്നതിനകത്ത് പോയി ചെന്ന് അങ്ങനെ ചെയ്യരുത്. പൊതുവേ സ്ത്രീകൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാനെ, നന്ദികേശനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഭഗവാനെ നന്ദികേശൻ്റെ 2 കൊമ്പുകൾക്കിടയിലൂടെ ദർശിക്കുക എന്നാണ് പറയുന്നത്. അതിനുമപ്പുറം നന്ദികേശനെ ദർശിച്ചതിന് ശേഷം ശിവനെ നേരിട്ട് നോക്കി, അകത്തേക്ക് നോക്കി 108 പ്രാവശ്യം നമശിവായ ജപിക്കുക. നമശിവായ ജപിച്ചതിന് ശേഷം 108, അത് ജപമാല കയ്യിലുണ്ടെങ്കിൽ അത് 108 പ്രാവശ്യം അവിടെ നിന്ന് ജപിക്കാം. 108 അല്ല 1008 ജപിക്കാം. അതിനുശേഷം തിരികെ നമ്മൾ വീട്ടിൽ പോവുകയല്ല ചെയ്യുന്നത്. അന്നേ ദിവസം രാവിലെ രുദ്രാഭിഷേകം നടത്തുക. രുദ്രാഭിഷേകം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ അഭിഷേകം നടത്തേണ്ടത് എന്തുകൊണ്ടാണ്? ജലമാണോ, ക്ഷീരം, പാലാണോ, ഇളനീരാണോ എന്ന് ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ആദ്യത്തെ ദിവസം പോയി, ആദ്യത്തെ തിങ്കളാഴ്ച പോയി, ആ തിങ്കളാഴ്ച മുതൽ ധാര സ്റ്റാർട്ട് ചെയ്യാം. എത്ര ദിവസം? 7 ദിവസത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാം. 8ാമത്തെ ദിവസമാണ് നമ്മളവിടെ ചെല്ലുന്നത്. 8ാമത്തെ ദിവസം ചെന്നതിന് ശേഷം അന്നത്തെ ദിവസം രുദ്രാഭിഷേകം ചെയ്യുന്നു. അന്ന് ഏത് വേണമെങ്കിലും നടത്താമെന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള ഈ 7 ദിവസവും നിങ്ങൾ ജലധാര നടത്തിയാൽ മതി അല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ജലധാര നടത്തുന്നത്? പ്രധാനമായിട്ടും രോഗദുരിതങ്ങൾ മാറുക എന്നുള്ളതാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതങ്ങളും മാറും എന്നുള്ളതാണ് ജലധാരയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനുശേഷം 8ാമത്തെ ദിവസം, ഈ 7 ദിവസവും നിങ്ങൾ അടുപ്പിച്ച് പോകണമെന്നില്ല. 8ാമത്തെ ദിവസം നിങ്ങൾ ചെല്ലുക. ചെന്നതിന് ശേഷം ഈ പറഞ്ഞതുപോലെ രുദ്രാഭിഷേകം നടത്തി പ്രാർത്ഥിക്കുക. അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു എന്താ, മത്സ്യമാംസാദികൾ അന്നും തലേന്നും
ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇനി 7 ദിവസം 8 ദിവസം വ്രതം നിൽക്കാൻ സാധിക്കും, ഉത്തമമാണ്. ഇത് കഴിഞ്ഞ് നമ്മുടെ കാര്യം എന്താണ് എന്ന് പ്രാർത്ഥിക്കുക. അന്ന് വൈകുന്നേരത്തും സാധിക്കുമെങ്കിൽ പോവുക, ദീപാരാധന കണ്ട് തൊഴുക, അത്താഴ പൂജ കണ്ട് തൊഴുക. ഇതാണ് പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത്. ശിവക്ഷേത്രമാണെങ്കിൽ, മഹാവിഷ്ണു ആണെങ്കിലും സെയിം സംഭവം തന്നെയാണ്. അതിന് ഒരു വ്യാഴാഴ്ച നോക്കി പോവുക. വ്യാഴാഴ്ച നോക്കി പോയതിന് ശേഷം അന്ന് മുതൽ, ആ വ്യാഴാഴ്ച മുതൽ പിറ്റേ വ്യാഴാഴ്ച വരെ നടത്തേണ്ട വഴിപാടെന്ന് പറയുന്നത് പാൽപ്പായസമാണ്. പാൽപ്പായസം ലാസ്റ്റ് എട്ടാമത്തെ ദിവസമായ വ്യാഴാഴ്ച പാൽപ്പായസവും ഒപ്പം ഭാഗ്യസൂക്തം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഭാഗ്യസൂക്തവും നടത്തുക. ഇത് ഈ സെയിം സംഭവം തന്നെയാണ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട 2 വഴിപാടുകൾ എന്ന് പറയുന്നത്. ഇതിലൂടെ പൂർണ്ണമായിട്ടും എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നല്ല, ഒരുവിധം ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നത്തിൽ നിന്നും കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പരിപൂർണമായിട്ടൊന്നും ഉണ്ടാവില്ല തുടക്കത്തിൽ, പക്ഷേ സ്ഥിരമായിട്ട് ഈ വഴിപാട് ചെയ്യുമ്പോൾ, മാസത്തിൽ ഒരു വട്ടോ അല്ലെ വർഷത്തിൽ 2 പ്രാവശ്യമോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഭാഗ്യസൂക്തം ജപിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾ രസീത് എഴുതേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അവിടെ ചെന്ന് ജപിക്കാം. പുരുഷ സൂക്തം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവിടെ പോയി ജപിക്കാം, അല്ലേ? നമുക്കിത് അറിയാത്തതുകൊണ്ടാണ് തിരുമേനിക്ക് പണം കൊടുത്ത് നമ്മൾ തിരുമേനിയെ കൊണ്ട് എന്ത് ചെയ്യുന്നത്, പറയിക്കുന്നത്, അല്ലേ? സഹസ്രനാമാർച്ചന നമ്മൾ ചെയ്യാറുണ്ട് ക്ഷേത്രത്തിൽ, അല്ലേ? പോയി കഴിഞ്ഞിട്ട് ഭഗവാനെ എന്തായാലും സഹസ്രനാമം ചെയ്തു. സഹസ്രനാമം വായിച്ച് തീർക്കാൻ എന്തായാലും എത്ര സ്പീഡിൽ വായിക്കുന്ന ഒരാളാണെങ്കിലും 15 മിനിറ്റ് എടുക്കും. ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത്, അല്ലാതെ ഉള്ളവർക്ക് ചിലപ്പോൾ 3/4 മണിക്കൂർ എടുക്കും. 15 മിനിറ്റ് കൊണ്ട് വായിച്ച് തീർക്കാം. ഒരു തിരുമേനി 15 മിനിറ്റ് എടുക്കും നിങ്ങളുടെ ഒരു അർച്ചന ചെയ്യാൻ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അത് എത്ര വരികൾ അതിനകത്ത് ജപിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, ചിന്തിക്കണം കുറച്ച് കാര്യങ്ങൾ കൂടെ. നമുക്ക് ഒരു മാനസികമായിട്ടുള്ള നമ്മളത് ചെയ്തു എന്നുള്ളൊരു തൃപ്തി മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ജപിക്കാൻ, അവിടെ നിന്ന് ജപിക്കാൻ അറിയാമെങ്കിൽ അത്യുത്തമം അത് തന്നെ ആണ്. നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ പറ്റും. വലിയ മഹാക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് കണ്ട് ഇറങ്ങി പോകാനേ പറ്റൂ, അല്ലേ? നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും ഇരുന്ന് ജപിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പം ഒരു ക്ഷേത്രവും ചെറുതല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം, അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ പൂജാവിധികൾ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ളിടത്ത് പോയി നിങ്ങൾക്ക് ഈ വഴിപാടുകൾ, 2 വഴിപാടുകൾ, മഹാദേവന്റെ ഒരെണ്ണം പറഞ്ഞു, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകൾ നമ്മൾ പറഞ്ഞു. ദേവീക്ഷേത്രമാണ് ഉള്ളത് എങ്കിൽ അവിടെ ചെന്നിരുന്ന ഏറ്റവും പ്രധാനം ദേവീ മഹാത്മ്യം വായിക്കുക എന്നുള്ളതാണ്. കഴിയുമെങ്കിൽ ദേവീ മഹാത്മ്യം വായിക്കുക. ദേവീക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന വഴിപാട് പായസം, അതായത് അന്നം, വസ്ത്രം, ഇത് 2മാണ് കൊടുക്കുന്നത്. അമ്മയുടെ സ്ഥാനമാണ്, അതുകൊണ്ട് അന്നവും വസ്ത്രവും പട്ട് കൊടുക്കാറുണ്ട്. ഒപ്പം തന്നെ ഈ പറയുന്ന പായസം നടത്താറുണ്ട്. ഈ 2 പ്രധാനപ്പെട്ട വഴിപാടാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. പലതരത്തിലുള്ള വഴിപാടുകളുള്ള വൈവിധ്യമാർന്ന ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ എല്ലാത്തിനും വളരെ അധികം പ്രാധാന്യമുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ കഷ്ടതകളൊക്കെ നീങ്ങാൻ പ്രധാനം. ഒരുപാട് പ്രശ്നത്തിലാണെങ്കിൽ മഹാദേവൻ തന്നെയാണ്. മഹാദേവന്റെ നമശിവായ മാത്രമേ ജപിക്കാൻ പറയുന്നുള്ളൂ, അല്ലേ? ശിവം ശിവകരം പോലും പറയുന്നില്ല, നമശിവായ മാത്രം ജപിക്കാൻ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം, ഒരു തിങ്കളാഴ്ച വീട്ടിൽ നമുക്ക് എന്താണ് ശിവന്റെ സഹസ്രനാമം വായിക്കാം. വലിയ ബുദ്ധിമുട്ടില്ലാതെ വായിക്കാൻ പറ്റുന്ന ഒന്നാണത്. അപ്പോൾ അതും ഉത്തമമാണെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട്. ശിവനെ സംബന്ധിച്ചിടത്തോളം ശിവക്ഷേത്രത്തിലാണ് പോകുന്നതെങ്കിൽ ഏറ്റവും പ്രാധാന്യം ഇതിനാണ്. അതുപോലെ തന്നെയാണ് കൂവളമാല സമർപ്പിക്കുന്നത്. ഞാൻ പറയുന്നു, ഇത് മാത്രമേ ഉള്ളൂ. ഒരു തിങ്കളാഴ്ച നിങ്ങൾ പോവുക, നന്നായി പ്രാർത്ഥിക്കുക. ആ തിങ്കളാഴ്ച മുതൽ ധാര നടത്തുക. 7 ദിവസത്തേക്ക് 8ാമത്തെ ദിവസവും ധാര എന്ന് പറയുന്ന ധാര എങ്ങനെയുള്ളതായിരിക്കണം? രുദ്രാഭിഷേകമായിരിക്കണം. രുദ്രാഭിഷേകം നടത്തി പരിപൂർണതയിലെത്തുക. 108 പ്രാവശ്യം നമഃശിവായ ജപിക്കുക. അതിനു മുമ്പ് അന്നത്തെ ദിവസം 8ാമത്തെ ദിവസം ഗണപതിയെ പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ തേങ്ങ ഉടയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുറേയൊക്കെ കഷ്ടതകൾ നീങ്ങിക്കിട്ടും. ഈ ഒരൊറ്റ വഴിപാട് മതി. ഇതിൻ്റെ ഒരു ആവശ്യമേ ഉള്ളൂ. നിങ്ങളൊരു 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് ചെയ്തു നോക്കൂ. ബാക്കി ഞാൻ പറഞ്ഞതെല്ലാം വിട്ടേക്കും. മഹാദേവൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തു നോക്കൂ. പൂർണ്ണമായിട്ടും ഇല്ലെങ്കിലും ഒരു 80% മാറ്റം ഉണ്ടായിരിക്കും.
കാരണം ഇങ്ങനെ അനുഭവമുള്ള നിരവധി പേര് ഉണ്ട്. പലരും ചോദിച്ചതുകൊണ്ടാണ് എന്ത് വഴിപാട് നടത്തിയാലാണൊന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത്. വലിയ വലിയ വഴിപാടുകളുണ്ടല്ലേ, ലക്ഷക്കണക്കിന് രൂപ വരുന്ന വഴിപാടുണ്ട്. ദേവിയെ സംബന്ധിച്ചാണെങ്കിൽ ചണ്ഡികാഹോമം എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ട്. എവിടെയാ? മൂകാംബികയിൽ അല്ലേ. ഇപ്പം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5-6 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതിനൊക്കെ അത്ര പ്രസക്തമാണ് ആ വഴിപാടുകൾ എന്നൊക്കെ പറയുന്നത് അല്ലേ. പക്ഷെ നമ്മളും അതിനകത്ത് എന്താ സന്നിഹിതരായിരിക്കണം എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. അപ്പം അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ ഏറ്റവും നമുക്ക് പറ്റുന്ന വലിയ ചിലവില്ലാത്ത കാര്യമാണ് അത് ചെയ്യുക, സന്തോഷമായിട്ടിരിക്കുക. നന്മയുണ്ടാകട്ടെ, മഹാരുദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അപ്പോൾ മറക്കണ്ട, രുദ്രാഭിഷേകം, മഹാദേവന് രുദ്രാഭിഷേകം എത്രാം ദിവസം? 8ാം ദിവസം. ഇത് ഇത്രയും പറഞ്ഞു പോകുമ്പോൾ ദാമ്പത്യ ഐക്യം, പലരും പറയാറുണ്ട് ദാമ്പത്യ ഐക്യത്തിന് ഏറ്റവും ബെറ്റർ ഏതാണ്? ദാമ്പത്യ ഐക്യത്തിന് ഏറ്റവും ബെറ്റർ പിൻവിളക്ക് തന്നെയാണ്. ഉമാമഹേശ്വര പൂജ നടത്തുന്നത് പോലെ തന്നെയാണ് പിൻവിളക്ക്. കാരണം മഹാദേവനും ദേവിയും ശിവലിംഗത്തിൽ തന്നെയുണ്ട്. എവിടെ ശിവലിംഗം ഉണ്ടോ അവിടെ പ്രത്യേകം പ്രതിഷ്ഠയുടെ ആവശ്യമില്ല എന്നാണ്. കാരണം ശക്തിക്ക് മുകളിൽ ഇരിപ്പിടമാക്കിയ മഹാദേവൻ ശിവലിംഗം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ദേവിയുടെ സാന്നിധ്യമുണ്ട്. പിൻവിളക്കായി പാർവതിയാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും ഉത്തമമാണ് എന്നുകൂടി പറയപ്പെടുന്നു. ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ് കണക്കാക്കുന്നത്. പൂജകൾക്കും വഴിപാടുകൾക്കും ഒക്കെ അപ്പുറമാണ് ആത്മാർത്ഥമായ ഭക്തി. എല്ലാവരും ചോദിക്കുന്നു, ഞാനിത് എത്ര നാൾ ചെയ്യണം? ഇത് ഭക്തിയാണോ? അല്ല. എത്ര നാൾ ചെയ്യണം? അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്? കാര്യം നടക്കാൻ വേണ്ടി. ഇത് ഭക്തിയല്ല. മരണം വരെ എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേര് ചെയ്യും? ചെയ്യില്ല. അപ്പം അത് ഭക്തി എന്ന് പറയാൻ പറ്റുമോ? ആ ഭക്തിയെ വിളിക്കുന്ന പേരാണ് ദാസ്യഭാവ ഭക്തി. എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എന്തും അനുഭവിക്കാൻ തയ്യാറാണ്, പക്ഷെ എൻ്റെ ഭക്തി ഒരിക്കലും പോവില്ല. അത് പറഞ്ഞു തന്നത് ആരാണ്? അത് നൽകിയത് ആരാണ്? രാമായണ മാസമാണ് അല്ലേ. അപ്പോൾ ചിന്തിക്കുക, ആരോടായിരുന്നു ആ ഭക്തി? ശ്രീരാമചന്ദ്രനോട് ആഞ്ജനേയ സ്വാമിക്കുണ്ടായിരുന്ന ഭക്തി. അതാണ് ദാസ്യഭാവഭക്തി. അതുപോലെ ഒരു ഭക്തി ലോകത്ത് പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതെത്ര നാൾ ചെയ്യണമെന്നതിലല്ല കാര്യം, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നും മഹാരുദ്രൻ്റെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്തേ.